വെബ് ലഹരി വിൽപ്പന കേസ് മുഖ്യപ്രതി എഡിസണെതിരെ കൂടുതൽ കേസുകൾ. ചെന്നൈയിലും ഹൈദരാബാദിലും പിടികൂടിയ പാഴ്സലുകൾ അയച്ചത് എഡിസൺ എന്ന അന്വേഷണ സംഘം. എഡിസണെതിരെ മറ്റു സംസ്ഥാനങ്ങളിലും കേസെടുക്കും. എച്ചാമ്പലോൺ ശൃംഖലയുമായി റിസോർട്ട് ഉടമ ഡിയോളിനും ഭാര്യ അഞ്ജുവിനും നേരിട്ട് പങ്കുണ്ടെന്ന് NCB. റിസോർട്ട് വാങ്ങിയത് ലഹരിക്കടത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട്. റിസോർട്ടിനെതിരെ നടപടിക്ക് സാധ്യത. വിവാദത്തിൽ താൻ സ്വീകരിച്ചത് കോടതി നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോടതി പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറെന്നും മന്ത്രി. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവർ ഏത് നിമിഷം ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് മാന്യമായ മറുപടിയെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ സർക്കാർ വൈകി. മദ്രസ സമയം സംബന്ധിച്ച ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ലെന്നും ജിഫ്രി തങ്ങൾ. ചർച്ച വിജയിച്ചാൽ പിന്നെ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല. ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് ധനമന്ത്രിയുടെ മറുപടി. എല്ലാ വകുപ്പുകൾക്കും പണം അനുവദിക്കുന്നത് ഒരുപോലെ. ചില വകുപ്പുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ പണം അനുവദിക്കേണ്ടി വരും. ഇടതു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമെന്നും മന്ത്രി KN ബാലഗോപാൽ. ധനമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ. വിമർശനം CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചു. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം. VC സിൻഡിക്കേറ്റ് പോരും മുറുകുന്നു. യോഗം വിളിക്കണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. തീരുമാനമെടുക്കാതെ VC. സുപ്രധാന ഫയലുകളിൽ പോലും കാലതാമസം. പോരിനിടെ അവധിയിൽ പോകാൻ താൽപര്യം പ്രകടിപ്പിച്ച് VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ. മിനി കാപ്പനോട് ജോലിയിൽ തുടരാൻ VCയുടെ നിർദ്ദേശം. പരീക്ഷാ ഫലത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റേതെന്ന് തെറ്റായ പ്രചാരം. വരും വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വികസിത കേരളം BJP ഇല്ലാതെ അസാധ്യമാകില്ല. ഓരോ വർഷവും BJPയുടെ വോട്ടുകൾ കൂടുന്നതിൽ കേരള ജനതയ്ക്ക് നന്ദിയെന്നും അമിത് ഷാ. കേരളത്തിന് വേണ്ടി മോദി സർക്കാർ ചിലവാക്കിയ പണത്തിന്റെ കണക്ക് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നും അമിത് ഷാ. തിരുവനന്തപുരത്തെ BJP പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അമിത് ഷാ കേരളത്തിലെത്തിയത് 2 ദിവസത്തെ സന്ദർശനത്തിന്. വിഭാഗീയ പ്രശ്നം പരിഹരിക്കാൻ പുതിയ ഫോർമുലയുമായി കേരള BJP. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നതായി സൂചന. ഉത്തരേന്ത്യയിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് MP ആക്കാൻ നീക്കം. പുത്തൻ ഫോർമുല ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ. തൊഴിൽ തട്ടിപ്പിനിരയായി കുവൈറ്റിൽ വീട്ടുതടങ്കലിലായ യുവതിക്ക് മോചനം. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ജാസ്മിൻ തിരികെ വീട്ടിലെത്തി. മോചനം സാധ്യമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലെന്ന് ജാസ്മിനെ കുവൈറ്റിലെത്തിച്ചത് കണ്ണൂർ സ്വദേശിയായ ഏജന്റ്. സമാനമായ തട്ടിപ്പിനിരയായി നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് ജാസ്മിൻ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. അപകട കാരണം ഇന്ധന വിതരണ സംവിധാനം നിലച്ചത്. പറന്നുയർന്ന ഉടൻ എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചു. എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണ സ്വിച്ചുകൾ ഓഫായിരുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന ചോദ്യവും താനല്ലെന്ന സഹ പൈലറ്റിന്റെ ഉത്തരവും കോക്പിറ്റ് ഓഡിയോയിൽ. സ്വിച്ചുകൾ വീണ്ടും പ്രവർത്തിപ്പിച്ചെങ്കിലും വിമാനം തകർന്നുവെന്നും റിപ്പോർട്ട്. അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് ബോയിംഗ് കമ്പനി.